اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لأماناتهم وعهدهم راعون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൽ വിശ്വാസികളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിക്കൊണ്ട് നാം സൂചിപ്പിക്കുന്നത്. അതിൽ വിശ്വസ്തതയെക്കുറിച്ചും, വിശ്വസ്തത എന്നത്, അമാനത്ത് എന്നത് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചുമാണ് കഴിഞ്ഞയാഴ്ചക്ക് മുൻപുള്ള ആഴ്ച നാം സൂചിപ്പിച്ചത്. അതോടുകൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വല്ലദീന ഹും ലി അമാനാതിഹിം വ അഹദിഹിം റാഊൻ. വിശ്വാസികൾ അവരുടെ അമാനത്തുകളും അവരുടെ കരാറുകളും പൂർത്തീകരിക്കുന്നവരാണ് എന്നതാണ്. അപ്പൊ വിശ്വസ്തതയും കരാർ പാലനവും അത് പൂർത്തീകരിക്കുക എന്നത് സ്വർഗം ലഭിക്കുന്ന വിശ്വാസികളുടെ പ്രത്യേകതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യത്തോടുകൂടി സൂറത്തുൽ മുഅ്മിനൂനിൽ സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്ത് പൂർത്തീകരിക്കാത്തവൻ, അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് നാം സൂചിപ്പിച്ചു. നമ്മെ ഒരാൾ വിശ്വസിക്കുകയും അതല്ലെങ്കിൽ നമ്മിലേക്ക് വന്നെത്തിച്ചേർന്ന ഒരു വിശ്വസ്തത, ഒരു ഉത്തരവാദിത്തം, അതിൽ കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിക്കാത്ത ഒരു മനുഷ്യൻ, ലാ ഈമാന ലഹു, ആ മനുഷ്യന് വിശ്വാസമില്ല എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. നമ്മൾ വളരെ ലഘുവായി അതല്ലെങ്കിൽ നിസ്സാരമായി കണക്കുകൂട്ടുന്ന ചില കാര്യങ്ങളായിരിക്കാം. എന്നാൽ വിശ്വസ്തത എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് പൂർത്തീകരിക്കാത്തവന് ഈമാനില്ല എന്നതാണ് റസൂൽ പറഞ്ഞത്. അങ്ങനെയുള്ളവന് ഈമാനില്ല. നമ്മൾ പിന്നെ ഈമാൻ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വേറെ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല. അങ്ങനെയുള്ളവന് ഈമാനില്ല. വലാ ദീന ലിമൻ ലാ അഹദ ലഹു. കരാർ പാലിക്കാത്തവന് ദീന് തന്നെ ഇല്ല. വിശ്വസ്തത പാലിക്കാത്തവന് ഈമാനില്ല. കരാർ പാലിക്കാത്തവന് മതം തന്നെയില്ല, ദീന് തന്നെയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്.
അപ്പോൾ കരാറുകൾ പാലിക്കുക എന്നത് വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ നമ്മൾ ആളുകളോട് പറയുകയും അത് വളരെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുക എന്നത് ദീന് തന്നെ ഇല്ലാതായി പോകുന്ന പണിയാണ്. ആളുകൾ തമ്മിൽ കച്ചവട രംഗത്തായാലും അല്ലാത്ത രംഗത്തായാലും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ അവന് മതം തന്നെ ഇല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്. ആയത്തുൽ മുനാഫിഖി സലാസുൻ, കപട വിശ്വാസികളുടെ ലക്ഷണങ്ങൾ 3. ഒന്ന്, സംസാരിച്ചാൽ കളവ് പറയുക എന്നതാണ്. രണ്ടാമത്തേത് വിശ്വസിച്ചാൽ ചതിക്കുക എന്നതാണ്. മൂന്നാമത്തേത് വഇദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക എന്നതാണ്. അപ്പൊ കരാർ പാലനത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി നമ്മെ ഉണർത്തുകയാണ്. ഖുർആനിൽ ഏകദേശം 25-ലധികം സ്ഥലങ്ങളിൽ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു. അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് കരാറിനെ കുറിച്ച്, കരാർ പൂർത്തീകരണത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ആ 25ഓളം വചനങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വചനങ്ങൾ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കരാറുകൾ അള്ളാഹുവിനോടും മനുഷ്യരോടും പാലിക്കേണ്ട കരാറുകളാണ്. അതിൽ ഓരോ ആയത്തുകളും നമുക്ക് ഓരോ വിഷയങ്ങളായി വേണമെങ്കിൽ വിശദീകരിക്കാം. അതിന്റെ ആകത്തുക അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പാലിക്കേണ്ട, പൂർത്തീകരിക്കേണ്ട കരാറാണ്. രണ്ടാമത്തേത് മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പൂർത്തീകരിക്കേണ്ട കരാറുകളാണ്. ആ കരാറിന്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനകളിലെ ഒരു പ്രാർത്ഥനയിൽ നാം നിർവഹിക്കുന്നത്. അതൊരു കരാർ പാലനമാണ്. അപ്പൊ നമ്മൾ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ السماوات والارض ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ, അതല്ലെങ്കിൽ വഅന അവ്വലു മുസ്ലിമീൻ എന്ന പ്രാർത്ഥന. അതൊരു കരാർ പാലനമാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത്, ഒരു ആരാധനയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം പറയുന്ന ഒരു കരാറാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ السماوات والارض, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നേരെ ഞാൻ അനുസരണയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. ഹനീഫൻ, നിഷ്കളങ്കമായി, വക്രതയില്ലാതെ, മുസ്ലിമൻ, മുസ്ലിമായി. അതിലൊന്നാമത്തെ കരാറ്, നമ്മൾ പറയുന്ന കരാറ് വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്ന ഒരാളല്ല എന്നതാണ്. ഞാൻ ശിർക്ക് ചെയ്യുന്ന ഒരാളല്ല, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ഒരാളല്ല. എന്റെ ജീവിതത്തിലേക്ക് ബഹുദൈവ വിശ്വാസത്തിന്റെ ലാഞ്ചന കടന്നുവരാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നത് അള്ളാഹുവിന്റെ മുൻപിൽ നാം നടത്തുന്ന ഒരു കരാറാണ്. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ആദ്യം അള്ളാഹുവിന്റെ ശക്തി നാം അംഗീകരിക്കുകയാണ്. ആരാണ് അള്ളാഹു? ഫത്വറ സമാവാതി, വത്വറനല്ല ഫത്വറ, ഫത്വറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു. അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് നാം പറയുന്നത് ഒന്നാമത്തെ കരാറ്, അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ ഞാൻ ശിർക്ക് ചെയ്യുകയില്ല. അങ്ങനെയാണ് നമ്മുടെ നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന. ഇനി നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, ഈ കരാറിന്റെ ഒരു സംസാരത്തിൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഉറച്ചു നിൽക്കാൻ കഴിയാറുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ശിർക്ക് ചെയ്യാതെ ഒരു മനുഷ്യൻ ജീവിക്കുക എന്നത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ലാഭകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ ഇവിടെ എന്താ ലാഭം എല്ലാത്തിനും ആലോചിക്കുമല്ലോ. ശിർക്ക് ചെയ്യാതെ, ബഹുദൈവ വിശ്വാസമില്ലാതെ ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവന് വലിയ ലാഭം ലഭിക്കുന്നുണ്ട്. ഇവിടെ സാമ്പത്തികമായ ലാഭമുണ്ട്, മാനസികമായ സന്തോഷമുണ്ട്, നിർഭയത്വം ആ മനുഷ്യനുണ്ട്, അമ്ന് ആ മനുഷ്യനുണ്ട്.
എന്നാൽ മുസ്ലിം സമുദായത്തിൽ പലപ്പോഴും വല്ലാത്തത് അവരുടെ ഒരു വിശ്വാസമാണല്ലോ. മുസ്ലിം സമുദായത്തിൽ പലപ്പോഴും സന്തോഷത്തിലും സങ്കടത്തിലും അല്ലാഹുവല്ലാതെ മറ്റുള്ള പല വ്യക്തികളും ശക്തികളും അവലംബമായി വരാറുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഒരു കുട്ടിയുണ്ടായി, മക്കളില്ലാത്ത ഒരാൾക്ക് ഒരു കുട്ടിയുണ്ടായി. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സംഗതി എന്താ? അയാൾക്കൊരു കുട്ടി ഉണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അയാളുടെ ഭാര്യ ഗർഭിണിയായി എന്നതാണ്. അയാളുടെ ഭാര്യ ഗർഭിണിയായി. ആരാണ് ആ കുഞ്ഞിനെ നൽകിയത്? ആ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരു ഉത്തരല്ല. ആ ചോദ്യത്തിന്റെ ഉത്തരം അല്ലാഹുവാണ് എനിക്കൊരു കുഞ്ഞിനെ നൽകിയത് എന്നതാണ് ആ ഉത്തരം. കാരണം എന്താ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ഉത്തരത്തിന് നാം അല്ലാഹുവല്ലാത്ത മറ്റൊരാളെ കൂടി പങ്കാളിയാക്കിയാൽ എങ്ങനെയാണ് റബ്ബ് ഇഷ്ടപ്പെടുക? എങ്ങനെയാ കുട്ടി ഉണ്ടായത്? അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം, ഞങ്ങൾ ഇന്ന സ്ഥലത്തുകൂടെയൊക്കെ പോയി, അവിടെയൊക്കെ സിയാറത്ത് നടത്തി, അവിടെയൊക്കെ ഞങ്ങൾ നേർച്ച നേർന്നു, അങ്ങനെ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടായി. അതെത്ര പാപമാണ് സംസാരം! എത്ര പാപമാണ് സംസാരം എന്ന് ആലോചിച്ചു. നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ് അത് നന്നായി, അത് വളരെ ഉഷാറായി പുരോഗമിച്ചു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മളോട് ചോദിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കാൻ, എങ്ങനെയാണ് എന്റെ കച്ചവടം ഇത്ര നന്നായത്? എങ്ങനെയാണത് പുരോഗമിച്ചത്? അപ്പൊ നമ്മുടെ ഉത്തരം, എന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ്, എന്റെ ഭാര്യ കയറി വന്നതിന് ശേഷമാണ് എന്റെ കച്ചവടം ഉഷാറായത്. അതല്ലല്ലോ അതിന്റെ ഉത്തരം. ആ ഒരു ഉത്തരല്ല. ഞാൻ എന്റെ ആ വീട്ടിൽ നിന്ന് താമസം മാറ്റി ഈ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോൾ എന്റെ കച്ചവടം നന്നായി. അതൊരു ഉത്തരാണ്. എന്റെ വീടിന്റെ ബാത്റൂമിന്റെ ചില ഭാഗം, സിറ്റ് ഔട്ടിന്റെ ചില ഭാഗം ഒരു പുരോഹിതൻ വന്ന്, ഒരു ഉസ്താദ് വന്ന് പൊളിക്കാൻ പറഞ്ഞു. അതിനുശേഷം എന്റെ ജീവിതത്തിൽ വെറും ബർക്കത്താണ്. ഒരു ഉത്തരാണോ? എത്ര ക്രൂരതയാണ്! നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യത്തിന്റെ കൂടെ നമ്മൾ അതിനുള്ള അവലംബം, അതിനുള്ള അവകാശം അല്ലാഹുവല്ലാത്ത ആളുകൾക്ക് നാം നൽകുന്നു. ഇനി സങ്കടങ്ങളോ? നമ്മുടെ കുടുംബത്തിൽ രോഗങ്ങൾ നിരന്തരമായി വരുന്നു. എന്താ കാരണം? കാരണം എന്താ? അള്ളാഹുവിന്റെ പരീക്ഷണം. അതാണ് ഉത്തരം. ആ ഉത്തരം പറയുന്നതാണ് റബ്ബിന് ഇഷ്ടം. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷണവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ ചില ഭയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നിരന്തരം രോഗങ്ങൾ വരാനുള്ള കാരണം അതൊക്കെ ചില ആളുകൾ ചിലതൊക്കെ എന്റെ കുടുംബത്തിനെതിരെ ചെയ്തിട്ടാണ്. നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടി, അപ്പൊ നമ്മളറിയാതെ നമ്മൾ ഈ വളരെ കണിശമായ കൃത്യമായ ആദർശമുള്ള ആളുകളാണല്ലോ. നിങ്ങളുടെ കുട്ടി നല്ല സൗന്ദര്യം ഉണ്ട് കേട്ടോ, നല്ല തടി ഉണ്ട് കേട്ടോ, വളരെ ഉഷാറാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ നമ്മൾ ബേജാറാകണേ? അങ്ങനെ ഒരാൾ പറഞ്ഞാല്, അങ്ങനെ ഒരാൾ നോക്കിയാല്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിനെ ഭയപ്പെടേണ്ടവരാണോ വിശ്വാസികൾ? അപ്പൊ നമ്മളത് വേറെ കുറെ ആളുകൾ, പരീക്ഷണങ്ങളൊക്കെ വേറെ കുറെ ആളുകൾ, അത് ചെയ്യണോൽക്ക്, അത് നോക്കണോൽക്ക്, അത് പറയണോൽക്ക്, അതൊക്കെ അവർക്ക് കൊടുത്തു. നമ്മുടെ ഭാര്യക്ക് സുഖമില്ലാതെയാകുന്നു, ഇടക്കിടക്ക് അസുഖങ്ങൾ വരുന്നു, ഉമ്മാക്ക് അസുഖങ്ങൾ വരുന്നു, മക്കൾക്ക് അസുഖങ്ങൾ വരുന്നു. എന്താ കാരണം? അതിന്റെ കാരണം നമ്മൾ ജീവിക്കുന്ന, നമ്മൾ താമസിക്കുന്ന വീടിന്റെ കന്നിമൂല ശരിയല്ല. അപ്പൊ അതും ആണ് കൊടുത്തു. ഇതാണ് ക്രൂരത എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ, ഇങ്ങനെയല്ല ഞങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറ السماوات والارض ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ ശിർക്ക് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എന്റെ വിശ്വാസം എന്താണ്? ഖുൽ, നബിയെ നീ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ലൻ യുസീബനാ ഇല്ലാ മാ ഖതബല്ലാഹു ലനാ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവോ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു നടക്കുന്നുവോ അതൊക്കെ ഇല്ലാമാ ഖതബല്ലാഹു ലനാ. ഖതബ എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി വെച്ചു എന്നാണ്. അതൊക്കെ അല്ലാഹു ഞങ്ങൾക്ക് എഴുതി വെച്ചതാണ്. ഹുവ മൗലാന, ആ അല്ലാഹു മാത്രമാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ആ അല്ലാഹുവേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത് അല്ലാഹുവിലാണ്.
രോഗം വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, സന്തോഷം വന്നാൽ, സങ്കടം വന്നാൽ ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ്. അതല്ലാതെ സന്തോഷം വരുമ്പോ അതൊക്കെ വേറെ ആളുകൾക്ക്, സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴോ അതിന്റെ അവകാശികൾ വേറെ. അള്ളാഹുവിന് എവിടെയും സ്ഥാനമില്ല എന്നതാണ്. ഈ ബഹുദൈവ വിശ്വാസം പല രൂപത്തിൽ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. ഇപ്പൊ 2-3 മാസമായിട്ട് കടന്നു വന്നൊരു പുതിയൊരു സംഗതി എന്താണെന്നറിയോ? ഇപ്പൊ ഇങ്ങനെ ഒരു നാടൻ കടന്നുവരവ് കൊണ്ടൊന്നും ആളുകളെ പറ്റിക്കാൻ കഴിയില്ല. അതൊരു പ്രത്യേകതരം മോതിരമാണ്. ആലോചിച്ച് നോക്കണം കേട്ടോ. എന്താണ് ആ മോതിരത്തിന്റെ പ്രത്യേകത അറിയോ? സാമ്പത്തിക, ശാരീരിക, മാനസിക പ്രയാസങ്ങളൊക്കെ ആ മോതിരം ഇല്ലാതാക്കുന്നുള്ളതാണ്. നമ്മളിതിങ്ങനെ കാണണം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ വളരെ സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് ഒരുങ്ങി മാറ്റി പേരിന്റെ കൂടെ ഏതെങ്കിലുമൊക്കെ തങ്ങന്മാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകളുടെ പേരും വെച്ച ഒരാൾ വളരെ സ്റ്റാൻഡേർഡോട് കൂടി കുറച്ച് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് അതിനിങ്ങനെ കുറച്ച് ഗോളശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഇങ്ങനെ വിശദീകരിച്ച് നല്ല സൗന്ദര്യമുള്ള മോതിരത്തിന്റെ മുത്തുമായി കൊണ്ടുവന്ന് ഇങ്ങനെ പറയണം. അപ്പൊ അയാളിങ്ങനെ, നമുക്കുണ്ടല്ലോ ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരു ശാരീരിക പ്രയാസം അല്ലെങ്കിൽ ഒരു മാനസിക പ്രയാസം അല്ലെങ്കിൽ ചിലതൊന്നും നമുക്ക് ചെയ്യാൻ തോന്നണില്ല, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടമൊന്നും ശരിയാകണില്ല. അതിന് പറ്റിയതാണ് ഈ മോതിരം. ഇനി ആരെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലതും പറ്റുമല്ലോ, അതിന് പറ്റിയതാണ് ഈ മോതിരം. ഇതൊക്കെ പറയുമ്പോഴേ മനസ്സിൽ ഈമാൻ ഇല്ലാത്തവൻ എന്താ വിചാരിക്കുള്ളൂ അറിയോ? 2000 റുപ്യല്ലേ, 3000 റുപ്യല്ലേ, ഒരു മോതിരല്ലേ. അങ്ങനെ ഈ 3000 ഇങ്ങനെ കൂട്ടിയൊക്കെ ഒരു 10,000 ആളുകളിലേക്ക് എത്ര മനുഷ്യരാണ് ഈ മനുഷ്യൻ പറ്റിക്കുന്നത്? നമ്മളെ വലിയ കഥയൊന്നുമില്ല. എന്താ ഒരു മോതിരം, പറയുന്ന ആള് നല്ല ഗ്ലാമർ ഉണ്ട്, കാണുന്ന മോതിരം വളരെ ഉഷാറാണ്, ഇടയ്ക്ക് അറബി പറയുന്നുണ്ട്, ഇംഗ്ലീഷ് പറയുന്നുണ്ട്, അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഈമാൻ ഉറക്കേണ്ടത്. എന്ത് നബിയെ നീ പറഞ്ഞു കൊടുക്കണം, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അതാരാണ്? അത് അള്ളാഹു എനിക്ക് എഴുതി വെച്ചതാണ്. എന്റെ രക്ഷാധികാരി മോതിരല്ല, എന്റെ രക്ഷാധികാരി കന്നിമൂലമാറ്റലല്ല, എന്റെ രക്ഷാധികാരി ഏതെങ്കിലും നോട്ടത്തെ ഭയപ്പെടുന്നതല്ല, എന്റെ രക്ഷാധികാരി ആരെങ്കിലും പേടിച്ച് ജീവിക്കുന്നതല്ല, എന്റെ രക്ഷാധികാരി അള്ളാഹുവാണ്. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നതാണ് നമ്മൾ പറയേണ്ടത്. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതാണ് കറകളഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് ഇങ്ങനെ യാത്ര പോകണം, ഇവിടുന്ന് വഴിക്കട ഒന്ന് മുകളിലേക്ക് പോകണം. എത്രയോ ആളുകൾ മുകളിലേക്ക് പോകുമ്പോൾ ലോറി സൈഡാക്കുന്നു, വാഹനങ്ങൾ സൈഡാക്കുന്നു. ശരിയാണ്, അവരിട്ട് കൊടുക്കുന്ന വെറും 10 രൂപയാണ് ജാറത്തിലേക്ക്, അല്ലെങ്കിൽ 50 രൂപയാണ്, അല്ലെങ്കിൽ 100 രൂപയാണ്. നമുക്ക് 100ഓ 50ഓ 10ഓ വലിയ സംഖ്യയാണോ അല്ലേ എന്നുള്ളതല്ല, അതിൽ ഇസ്ലാമിന്റെ നിയമം എന്താണ് എന്നതാണ്. ഇനി ഈ സാധുക്കളായ മനുഷ്യന്മാര് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. അത് മുസ്ലിം സമുദായം പഠിച്ചിട്ടുണ്ടോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിറങ്ങിയാൽ പിന്നെ എവിടെയോ ഇറങ്ങണ്ട. ഒരു വെള്ളം കുടിക്കണോ ഇറങ്ങാം, ചായ കുടിക്കണോ ഇറങ്ങാം. വേറെ ഒരു ശക്തി അല്ലാഹുവിന് പുറമെയില്ല. അതാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്റെ റബ്ബിൽ തവക്കുലാക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ റബ്ബല്ലാതെ യഥാർത്ഥത്തിലുള്ള ശക്തിയില്ല. വാഹനത്തിലേക്ക് കയറി സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ അല്ലാഹുവേ, ഈ വാഹനത്തെ നിയന്ത്രിക്കുന്ന റബ്ബേ, നീ അല്ലാതെ മറ്റാരും ഇതിനെ നിയന്ത്രിക്കുന്നില്ല. ഞങ്ങളുടെ മടക്കം നിന്നിലേക്കാണ് റബ്ബേ. ഈ 2 പ്രാർത്ഥന അറിയാത്തവർ, അതിന്റെ മലയാളം പോലും മനസ്സിലാക്കാത്തവർ, അവർ അവലംബമായി കാണുന്നത് ഈ ജാറമാണ്. മക്കു പറയാൻ ഇതൊക്കെ എവിടെ സ്ഥിതി ചെയ്യാറുള്ളത്? ഒക്കെ ഒന്നുമില്ലെങ്കിൽ ഒരു കയറ്റത്ത്, അല്ലെങ്കിൽ ഒരു ഇടങ്ങേറ് പിടിച്ച സ്ഥലത്ത്, അല്ലെങ്കിൽ പേടിപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇവിടെ അതിനെ അവലംബമാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ പുരളാൻ പാടില്ല. പ്രത്യേകമായ കുടുംബത്തിൽ ആളുകൾ ഇതിലൊക്കെ പെട്ടുപോകും. നിങ്ങൾ ആലോചിച്ചു, പ്രത്യേക പ്രാർത്ഥനയ്ക്ക് കുറെ സമയങ്ങളുണ്ട്. പലപ്പോഴും പല കുടുംബത്തിനോടും ചെയ്യുന്നത് വലിയ ക്രൂരതയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത്. ഞാൻ വളരെ സ്നേഹത്തോടുകൂടിയാണ് പറയുന്നത്. ഈ അടുത്തൊരു കുട്ടി വളരെ പെട്ടെന്ന് മരിച്ചുപോയി. ഒരുപാട് ആളുകൾ ആ വീട്ടിൽ കൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാവപ്പെട്ട കുടുംബത്തിൽ ഒരു മരണം നടന്നാൽ ഖബർ കുത്തുന്നവർക്ക് പണം കൊടുക്കണം, അതിന്റെ ജോലി ചെയ്യുന്നവർക്ക് പണം കൊടുക്കണം.
പിന്നെ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, മറ്റു കുരുടീസ്, ഇതിനൊക്കെ പൈസ കൊടുക്കണം. എന്തായാലും സാധാരണ നിലക്ക് ഒരു പാവപ്പെട്ടവന് ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 8,000 രൂപ ചെലവാണ്. ആര് വഹിക്കണം? ഈ കുടുംബത്തിൽ ഒരു മരണം നടന്ന പിന്നെ ഒരു 10-15 ദിവസത്തിന് ജോലിക്ക് പോകാൻ കഴിയില്ലല്ലോ. ഇല്ല, സങ്കടമായിരിക്കും, പ്രയാസമായിരിക്കും. ഈ പൈസ ഓൾറെഡി ഈ കുടുംബനാഥൻ പള്ളിക്ക് കൊടുക്കണം. കാരണം ഇതിനൊക്കെ ആളെ നിർത്തണമല്ലോ കൂലിക്ക്. പിന്നെ ഇയാൾക്ക് എന്തൊക്കെ ചെലവ്, എന്ത് ക്രൂരതയാണ് മനുഷ്യന്മാരോട് കാണിക്കണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, പല കുടുംബത്തിലും ഒരാളുണ്ടാകുക, ഇയാൾ പണിക്ക് പോവില്ല. 3 ദിവസം ഇസ്ലാം പറഞ്ഞത് തഅസിയത്താണ്, ആശ്വാസം. നമ്മളൊക്കെ ചെല്ലണം. നമ്മൾ അയൽവാസികൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടേ? നമ്മൾ അയൽവാസികൾ 3 ദിവസം ആ കുടുംബത്തിന് ഭക്ഷണം കൊണ്ടേ കൊടുക്കണം, അവരെ ആശ്വസിപ്പിക്കണം, അവരെ സന്ദർശിക്കണം. അതാണ് ഇസ്ലാമിന്റെ ക്വാളിറ്റി, അതാണ് ഇസ്ലാമിന്റെ മൂല്യം. എന്നാൽ ആ രാത്രി തന്നെ ഈ പണിയില്ലാതെ ഇരിക്കുന്ന ഈ കുടുംബത്തിലേക്ക് 10, 25, 30, 50 ആളുകൾ വന്ന ഇവർക്കൊക്കെ ഒരു 10, 15 ദിവസം ഈ ബിരിയാണി ഭക്ഷണമൊക്കെ വിളമ്പാം. എത്ര പൈസ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ തിന്നരുത് ദയവ് വരുത്തിയിട്ട്. ഭയങ്കര ക്രൂരതയാണ്. ഒരു 10, 30 ആള് ചെന്ന് ഒന്നാമത്തെ ദിവസമൊക്കെ കുറച്ച് പ്രാർത്ഥന, പിന്നെ ഭക്ഷണം. ഈ സാധു ഓടിപ്പായി ഒരു 1000 റുപ്യ കടം തരുമോ, ഒരു 2000 റുപ്യ കടം തരുമോ അടുത്ത ദിവസം, പിന്നെ അടുത്ത ദിവസം. ഏത് നമ്മൾ മരിച്ചിട്ടേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കുടുംബത്തിലില്ലെങ്കിലും നമ്മളൊന്ന് അങ്ങനെ ആയി ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ മരിച്ചു, നമ്മുടെ ഭാര്യ കരഞ്ഞ റൂമിലിരിക്കുക, നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ 2, 3, 4 ബാപ്പയെ ആലോചിച്ച് തേങ്ങിരിക്കുക. ആ വീട്ടിലാണ് അന്ന് രാത്രി ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതൊരു മാനവികതയാണോ? മതം ഏതായാലും ഇതിനെതിരാണ്. മനുഷ്യത്തുള്ള ഈ പണി ചെയ്യൂ. അപ്പൊ ഈ പ്രത്യേക പ്രാർത്ഥനയും ഈ പ്രത്യേക പേടിയും ഈ പ്രത്യേക സന്തോഷത്തിന്റെ പേരിലുള്ള ഈ ബഹുദൈവ വിശ്വാസവും ഇത് മതവിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രതിജ്ഞ. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അത് നമ്മൾ പുതുക്കുന്നുണ്ടല്ലോ. നിസ്കാരം കഴിഞ്ഞാൽ നമ്മളൊരു പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅതൈത, റബ്ബേ, നീ എന്റെ ജീവിതത്തിൽ തടഞ്ഞു വച്ച ഒരു കാര്യം ഈ ലോകത്തൊരു മഖ്ലൂക്കിനെ കൊണ്ട് എനിക്ക് തരാൻ കഴിയില്ല. വലാ മുഅ്തിയ, നീ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ, നീ തന്ന ഒരു കാര്യം തടയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞു വച്ച ഒരു കാര്യം തരാനും ഒരാളെ കൊണ്ട് ഈ ലോകത്ത് കഴിയുകയില്ല. വലാ യൻഫഉൽ ജദ്ദി മിൻകൽ ജദ്ദ്, നീ ഉദ്ദേശിക്കാത്ത ഒരു ഐശ്വര്യവും ഒരു സമ്പത്തും ഒരു ഉന്നത പദവിയും ആർക്കും ഉപകരിക്കുകയില്ല എന്നത് നമ്മുടെ കരാറാണ്. നമ്മൾ പറയണം നിസ്കാരം കഴിഞ്ഞ, പടച്ചോനെ, നീ തന്നത് തടയാൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിയില്ല, നീ തടഞ്ഞത് തരാനും ഒരാൾക്കും കഴിയില്ല. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞ. ഈ വിശ്വാസമാണ് നമ്മുടെ കരാറിന്റെ ഒന്നാമത്തെ ഭാഗം. അതാണ് നമ്മൾ വജ്ജഹ്തു ചൊല്ലി പറയുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്താ? ഇന്ന സ്വലാത്തി വനുസുകി, അല്ലാഹുവേ, എന്റെ നമസ്കാരം, എന്റെ ആരാധനകൾ, വമഹ്യായ വമമാത്തി, എന്റെ ജീവിതവും മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. നമ്മൾ പറയുന്നതാണിത്. എന്റെ നമസ്കാരം, എന്റെ ആരാധനകൾ, എന്റെ ജീവിതം, എന്റെ മരണം, ഇതൊക്കെ നിനക്ക് വേണ്ടിയാണ് റബ്ബേ. ലാ ശരീക ലഹു, ഞാൻ നിന്നിൽ ആരെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. കാരണം വബിദാലിക ഉമിർതു, അതെന്നോട് കൽപ്പിക്കപ്പെട്ടതാണ്. വഅന മിനൽ മുസ്ലിമീൻ, അല്ലെങ്കിൽ വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാനാണ് ഒന്നാമത്തെ മുസ്ലിം, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളാണ്. അതാണ് നമ്മുടെ പ്രതിജ്ഞയുടെ രണ്ടാമത്തെ ഭാഗം. അപ്പൊ നമ്മുടെ മരണവും നമ്മുടെ ജീവിതവും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ് നമ്മുടെ പ്രതിജ്ഞ. അപ്പൊ അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതം, ആ ജീവിതത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട കുറെ കരാറുകളുണ്ട്. ഈ കുറെ കരാറുകളുണ്ട്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഉറ്റവർ, നമ്മുടെ ഉടയവർ, ഇവർ കാരണം നമ്മൾ നാളെ പരലോകത്ത് വിയർക്കരുത്. നമ്മുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു കരാറാണ്. ഖുർആൻ പറഞ്ഞു മീസാഖൻ ഗലീള, വിവാഹം എന്ന് പറഞ്ഞാൽ അത് ബലിഷ്ഠമായ ഒരു കരാറാണ്. ആ ബലിഷ്ഠമായ കരാറിന്റെ പേരിൽ ഒരു ബാപ്പയുടെ കയ്യിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സ്വീകരിച്ച് അവളെ നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ഉപയോഗിച്ച്
പിന്നെ അവൾക്ക് സ്വസ്ഥത നൽകാതിരിക്കുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അവളുടെ മുഖത്തടിക്കുക, അവളുടെ കുടുംബത്തെ മോശമായി സംസാരിക്കുക. ഇങ്ങനെയാവുമ്പോ നമ്മൾ മനുഷ്യരോടുള്ള കരാറ് പാലിച്ച ആളല്ല. ഒരു ഭർത്താവ് എന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, ജീവിതത്തിന്റെ നല്ല കാലം പ്രവാസിയായി ജീവിക്കുന്നു. ആ ഭർത്താവിനെ ഒരു ഭാര്യ വഞ്ചിക്കുക എന്നത് ലാ ദീന ലിമൻ ലാ അഹദ ലഹു, കരാർ പൂർത്തീകരിക്കാത്തവന് ദീൻ തന്നെയില്ല എന്നതാണ് സൂചിപ്പിച്ചത്. ചേട്ടൻ, അനിയൻ, സഹോദരി, സഹോദരൻ, ഇതൊക്കെ നമ്മുടെ കരാറാണ്. ഇതൊന്നും ആരോഗ്യമുള്ള കാലത്ത്, സൗകര്യമുള്ള കാലത്ത്, സമ്പത്തുള്ള കാലത്ത് നമുക്ക് ആരും വേണ്ടി വരില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടം പലപ്പോഴും എന്തായിരിക്കും വെച്ചാൽ ആരും വരാത്ത, ആരും എത്തി നോക്കാത്ത, ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് നമ്മളും ഭാര്യയും കുട്ടികളും താമസിക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ ഇവരൊക്കെ നമുക്ക് വേണ്ടി വരും നമ്മൾ തളർന്നാൽ. അങ്ങനെയുണ്ടല്ലോ ജീവിതത്തിൽ, ഇതൊക്കെ ഒരു കരാറാണ്. പലപ്പോഴും ഈ ചോര ഒരേ ഉമ്മയുടെ ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോന്ന സഹോദരന്മാർ, സഹോദരിമാർ, ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുത ആരോടാണ് എന്ന ചോദ്യത്തിന് എന്റെ ജ്യേഷ്ഠനോടന്നെ, എന്റെ അനിയനോടന്നെ, എന്റെ പെങ്ങളോടന്നെ, എന്റെ സഹോദരിയോട് തന്നെ എന്ന് ഉള്ള മനുഷ്യന്മാർ സമൂഹത്തിൽ ഉണ്ടാകും. ആരോടാണ് ഏറ്റവും വലിയ ശത്രുത? പിണങ്ങിക്കടിയുന്നവർ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രതാപം, നമ്മുടെ പവർ, നമ്മളൊക്കെ ആളുകൾക്കിടയിൽ നമുക്ക് നിലയും വിലയുമുണ്ട്. എന്റെ കുടുംബം എന്റേതാണ്, ഞങ്ങൾ ഇത്ര സമ്പന്നരാണ്, ഞാൻ യാത്ര ചെയ്യുന്ന ഈ ആഡംബര വാഹനം എനിക്കുണ്ട്, എല്ലാം ഉണ്ടാവും. പക്ഷെ അയാളും ജ്യേഷ്ഠനും അനിയനും തമ്മിൽ തെറ്റലാണ്. ജ്യേഷ്ഠന്റെ ഏറ്റവും വലിയ പാര അനിയനാണ്, അനിയൻ ഏറ്റവും വലിയ പാര ഏട്ടനാണ് എന്നത് സമൂഹത്തിൽ പറഞ്ഞാൽ ഒരു റുപ്യന്റെ വില മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല, ഒരു രൂപയുടെ വില ഉണ്ടാവില്ല. ഓല് വിചാരിക്കും ഞങ്ങൾക്ക് നല്ല വിലയായിരിക്കും. നമുക്ക് കേൾക്കണോ? നമ്മുടെ ആരോഗ്യമുള്ള കാലം, ചോരത്തളപ്പിന്റെ കാലം അതാണ് നഷ്ടപ്പെട്ടു. അനിയന് പെട്ടെന്നൊരു ക്യാൻസറാണ് വന്നു, കിഡ്നി രണ്ടും പോയി. ആരാ താങ്ങാണ്ടാകുക? ജ്യേഷ്ഠനെ താങ്ങാണ്ടാവുള്ളൂ. ജ്യേഷ്ഠൻ എന്തെങ്കിലും സംഭവിച്ചു, ആരുണ്ടാകുക? ചോരേ ഉണ്ടാവുള്ളൂ. ആ കരാറുകളിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. അത് മരിക്കോളം തെറ്റി നടക്കാനുള്ളതല്ല, മരിക്കോളം പിണങ്ങി നടക്കാനുള്ളതല്ല. ഈഗോ, പ്രശ്നങ്ങൾ, ബിസിനസ്സില്, കുടുംബത്തില്, കച്ചവടത്തില്, സമ്പത്തില്, സൗകര്യത്തില്, അധികാരത്തില്, പദവിയില്, ഇതൊക്കെ പ്രശ്നം 18 വയസ്സിലും 20 വയസ്സിലും എല്ലാം തുടങ്ങാം. നമ്മൾ നമ്മുടെ മക്കൾക്ക് 10 വയസ്സ് 8 വയസ്സൊക്കെ ആയി വീട്ടിൽ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുമ്പോൾ വലിയ അസൗകര്യം, നമുക്ക് വലിയ പ്രയാസല്ലേ? ഈ മക്കളെന്താ എപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ? അതൊന്നും പ്രശ്നമല്ല. ഒരു 40-45 വയസ്സൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴാണ് ജ്യേഷ്ഠനനിയന്മാർ തമ്മിൽ ഈഗോ തുടങ്ങാം. ഞാനാണോ വലുത്, അയാളാണോ വലുത്? ഞാനാണോ മുകളിൽ നിൽക്കേണ്ടത്, ഇന്നാളാണോ മുകളിൽ നിൽക്കേണ്ടത്? എന്റെ അടുത്താണോ കൂടുതൽ പൈസ, അവന്റെ അടുത്താണോ കൂടുതൽ പൈസ? പിന്നെ ഒരു തെറ്റാണ്, പിന്നെ അവർക്ക് വെറുപ്പാണ്, പിന്നെ കണ്ടാൽ ജസ്റ്റ് സംസാരിച്ചു പോകാൻ. ഇതൊന്നും പ്രിയപ്പെട്ടവരെ, മനുഷ്യർ തമ്മിലുള്ള കരാർ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് വിഘ്നം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലാഹുവിനോടുള്ള കരാർ പൂർത്തീകരിച്ചതിന് ശേഷം അത് ലംഘിക്കുന്നവർ, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസ്വല, അല്ലാഹു ചേർക്കാൻ പറയുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ്, ആ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ് കരാറുകൾ ലംഘിക്കുന്ന ആളുകളുണ്ട്. വയുഫ്സിദൂന ഫിൽ അർളി, പിന്നെ ജീവിതത്തിൽ ഭൂമിയിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അത്തരക്കാർ നഷ്ടക്കാരാണ്. പിന്നെ നിസ്കാരം ഉണ്ടായിട്ട് കാര്യമില്ല, പിന്നെ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല, പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമില്ല. കുടുംബത്തിൽ പ്രശ്നമാണോ? ഒരു ചോര തമ്മിൽ മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? 3 ദിവസത്തിലധികം പിണങ്ങുന്നുണ്ടോ? എങ്കിൽ അവർ നഷ്ടക്കാരാണ് എന്ന് ഖുർആൻ പറയാണ്. ഞാൻ സൂചിപ്പിച്ചത്, അള്ളാഹുവിനോട് നമുക്കൊരു കരാറുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തെ
ഏറ്റവും കൂടുതൽ നന്നാക്കുക എന്നതാണ്. മനുഷ്യരോടൊക്കെ നമുക്ക് കരാറുണ്ട്, കച്ചവടത്തിലുണ്ട്, ബിസിനസ്സിലുണ്ട്, നാം എഴുതി വെക്കുന്ന രേഖകളിലുണ്ട്, നാം കടം വാങ്ങുന്ന ആളുകളോടും കൊടുക്കുന്നവരോടുമുണ്ട്, കച്ചവടക്കാർക്കുണ്ട്, തന്റെ കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കുണ്ട്, ആ ജോലി ചെയ്യുന്ന ആളുകളോടുള്ള മാന്യത പൂർത്തീകരിക്കുന്നവർക്കുണ്ട്, ഇവർക്കൊക്കെ ബാധ്യത ഉണ്ട്. ഈ അടുത്തൊരു സഹോദരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ പറയണം, ഒരു സുഹൃത്തിനെ കുറിച്ച്, കൂലി അവിടുന്ന് കിട്ടണമെങ്കിൽ, ആ വീട്ടിൽ നിന്ന് കൂലി കിട്ടണമെങ്കിൽ രാവിലെ 8 മണിക്ക് തൂമ്പയെടുത്ത് കിളക്കാൻ വേണ്ടി, അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സഹോദരൻ പറയണം, 8 മണിക്ക് ഇറങ്ങി 5 മണി വരെ അധ്വാനിച്ചാൽ 850 രൂപ ആ വീട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും ആ വീട്ടിൽ പോകണമെന്നാണ്. ആരായി കൊടുക്കാത്തതെന്നറിയോ? ആർക്കും ഒന്നും കൊടുക്കാത്തോലല്ല. അവര് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, എല്ലാത്തിനും ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരിങ്ങനെ പാരമ്പര്യമായി ശീലിച്ച ഒന്നാണ് എന്തെന്നറിയോ? ആർക്ക് എത്ര കൊടുത്താലും പണിക്കാർക്ക് പൈസ വല്യപ്പൻ ശരിക്കും കൊടുക്കൂലേനി, ബാപ്പിയും കൊടുക്കൂലേനി, ഇപ്പൊ മകനും കൊടുക്കൂല. ശരിയല്ലല്ലോ? ആ കൊടുക്കൂല. അതാണ്ട് ഇറങ്ങി കിട്ടാൻ കുറച്ച് പണിയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഈ മനുഷ്യരോടും റബ്ബിനോടുമുള്ള കരാറുകൾ പൂർത്തീകരിക്കുക എന്നത് വിശ്വാസികളുടെ ഗുണമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.